സ്നേഹമുള്ളവരെ, അങ്ങനെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഞങ്ങൾ ഈ ഇടയ്ക്കാണ് അച്ഛന്മാരുടെ ധ്യാനത്തിന് വേണ്ടി ബാംഗ്ലൂർ പോയത്. അവിടെ വെച്ച് ഞങ്ങളുടെ പ്രീച്ചർ പറഞ്ഞ, അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് കാണിച്ച ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ആണ് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ കാണിച്ച ആ വീഡിയോയിൽ നമ്മൾ കാണുന്ന ഒരു രംഗം എന്ന് പറയുന്നത്, ഒരു കുട്ടി ഈ ടയറൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കളിച്ചിട്ടുള്ള കളിയായിരിക്കും. ടയറൊക്കെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന ആ കളി. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന ആ കുട്ടിയുടെ ടയറിൽ ഒരു 50 രൂപ നോട്ട് ഒട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ കുട്ടി ഇങ്ങനെ അത് ടയർ തട്ടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ആ കുട്ടിയുടെ ശ്രദ്ധയിലേക്ക് ഈ 50 രൂപ നോട്ടിൻ്റെ ആ ഒരു ദൃശ്യം വന്നു. ഉടനെ തന്നെ ആ കുട്ടി അതെടുത്തു. പിന്നീട് കാണുന്ന രംഗം എന്ന് പറയുന്നത്, ആ പൈസ കൊണ്ട് എന്ത് ചെയ്യാം. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന കുറേ ചിന്തകൾ ഇങ്ങനെ പിക്ചേഴ്സായിട്ട് നമ്മുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുന്നുണ്ട്. അവന് മിഠായി മേടിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ ആ ഒരു 50 രൂപ നോട്ട് കൊണ്ട് അവന് സാധിച്ചെടുക്കണം എന്ന ആഗ്രഹത്തോടെ അവൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുമ്പോൾ ആ കുട്ടിയുടെ ആ ഓരോ ആഗ്രഹങ്ങൾ എത്രമാത്രം അവൻ്റെ മനസ്സിലുണ്ടെന്ന് കാണിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം ആ എക്സൈറ്റ്മെൻറ്റും എല്ലാം ആ കുട്ടിയുടെ ഭാവത്തിൽ മാറി മാറി വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ആ കുട്ടി ഒരു തീരുമാനമെടുത്തു. താൻ കളിച്ചുകൊണ്ടിരുന്ന ആ ടയറെല്ലാം മാറ്റി വെച്ചിട്ട് ആ കുട്ടി ഒരു കടയിലേക്ക് പോവുകയാണ്, തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ വേണ്ടി. ആ കടയിൽ ചെന്നപ്പോൾ ആ കുട്ടി ഇങ്ങനെ നോക്കുകയാണ്, എന്താണ് മേടിക്കണം. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു അമ്മൂമ്മ, ഒരു പ്രായമേറിയ സ്ത്രീയുടെ കയ്യിൽ നിന്ന് അവർ ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരുന്ന ഈ ചായയുടെ ഗ്ലാസ് ആരോ അറിയാതെ തട്ടി താഴെ വീണ് പൊട്ടിപ്പോവുകയാണ്. ഒരു 4-5 ഗ്ലാസ്സുകൾ പൊട്ടിപ്പോയി. പിന്നെ ആ അമ്മച്ചിയുടെ കയ്യിൽ അവശേഷിക്കുന്ന 2-3 ഗ്ലാസ്സുകൾ മാത്രമാണ്. ആ അമ്മൂമ്മയുടെ ജോലി എന്ന് പറയുന്നത് എപ്പോഴും ഇതുപോലെ ചായ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുക, അതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമായ ഒരു വസ്തു അവിടെ ഇല്ലാതായി. ആ കുട്ടി തനിക്ക് ആഗ്രഹത്തോടെ മേടിക്കാനുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഒരു നിമിഷം നിശ്ചലമായി നിന്നു. ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ആ അമ്മ എന്നാൽ അത് തട്ടിക്കളഞ്ഞ ആളെ കുറ്റപ്പെടുത്തുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ഉള്ളിൽ സങ്കടമുണ്ട്. ഇനി എങ്ങനെ മുമ്പോട്ട് തൻ്റെ ഉപജീവനം നടത്തും. ആ ഒരു സങ്കടം ആ അമ്മയുടെ മുഖത്ത് നന്നായിട്ട് കാണുവാൻ സാധിക്കും. ആ കുട്ടി ഉടനെ തന്നെ അവിടെ നിന്ന് പോകുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത്. പിന്നീട് വരുന്നത് ഒരു സെറ്റ് ഗ്ലാസ് മേടിച്ച് ഈ അമ്മൂമ്മ അറിയാതെ ആ അമ്മൂമ്മയുടെ ഡെസ്കിൽ കൊണ്ടുവച്ചിട്ട് ഓടിപ്പോകുന്ന ആ കുഞ്ഞാണ്. അമ്മൂമ്മ വിഷമിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ മുമ്പിൽ ഇതാ ഒരു സെറ്റ് ഗ്ലാസ് പുതിയത് ഇരിക്കുകയാണ്. ആ അമ്മൂമ്മയുടെ സന്തോഷവും ആ സന്തോഷം കാണുമ്പോൾ ആ കുഞ്ഞിന് ഉണ്ടാകുന്ന സന്തോഷവും കാണിച്ചുകൊണ്ട് ആ വീഡിയോ അവസാനം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒത്തിരിയേറെ ആഗ്രഹങ്ങൾ നമുക്ക് ഫുൾഫിൽ ചെയ്യുവാനുണ്ടാകാം, അല്ലേ? ഈ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ടിയായിരിക്കും ആദ്യമേ പരിശ്രമിക്കുക. പക്ഷേ നമുക്ക് യഥാർത്ഥ സന്തോഷം നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ആ കുഞ്ഞ മകനെ ഒന്ന് എടുത്ത് നോക്കുക. ആ മകനെ സംബന്ധിച്ച് അവൻ്റെ ആഗ്രഹം ഒരു ഐസ്ക്രീം മേടിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു മിഠായി മേടിക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തിന്നാനുള്ളത് മേടിക്കാനായിരിക്കാം. അതിനുവേണ്ടിയാണ് ആ പൈസയുമായിട്ട് ആ കുഞ്ഞ് പോയത്. പക്ഷേ ആ കുഞ്ഞിന് സന്തോഷം നൽകിയത് എന്താണ്? ആ അമ്മമ്മയുടെ ആവശ്യം കണ്ടറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിച്ചപ്പോൾ അവന് കിട്ടിയ ആനന്ദമാണ് ആ കുഞ്ഞിന് വലിയ സന്തോഷം നൽകിയത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ യഥാർത്ഥ സന്തോഷം നൽകുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. പലപ്പോഴും അത് കാണാതെ കടന്നു പോകുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി നമ്മൾ പലപ്പോഴും പരിശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ നമുക്ക് സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുവട്ടം സംഭവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മളൊന്ന് പ്രവർത്തിച്ചാൽ, അവർക്ക് വേണ്ടി നമ്മളുടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഒന്ന് നീട്ടിയാൽ ഒരുപക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന ഒരു സന്തോഷമായിട്ട് മാറും. അതുകൊണ്ട് ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ ഞാനും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്, നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം നൽകുന്നത് അത് തന്നെയാണോ എന്നൊന്ന് ചിന്തിക്കുക. ഇനി അതല്ല, അതിനപ്പുറത്ത് എനിക്ക് യഥാർത്ഥ സന്തോഷം നൽകുന്നത് ഒന്ന് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുക. പ്രിയമുള്ളവരെ, അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം എന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കും. അത് നിങ്ങളെ ഒത്തിരിയേറെ പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് നയിക്കും. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു വീഡിയോയിലെ ആ ഒരു കൊച്ചു സന്ദേശം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യുക. അവരുടെ സന്തോഷത്തിലും നിങ്ങളും പങ്കാളികളായിട്ട് മാറുക. അപ്പോൾ അതിന് സർവേശ്വരൻ നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.